രജനി ചേച്ചിയാണല്ലോ. എല്ലാം അറിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ദേവിക ഫോൺ എടുക്ക. ഹലോ രജനി ചേച്ചി. എന്നാലും ദേവിക ഇത് ഞങ്ങളെ കളിയാക്കുന്ന പോലെ ആയിപ്പോയി. എന്താ ചേച്ചി? ഇവിടെ എല്ലാരും സന്തോഷത്തോടെ ഒത്തുകൂടാൻ തീരുമാനിച്ചിട്ട് നീയും നന്ദനും മനഃപൂർവ്വം വിട്ടുനിന്നു അല്ലേ? അല്ല അത് ഏത് ഇപ്പൊ വരൂ എന്ന് കരുതി എത്ര നേരിട്ട് കാത്തിരിക്കുന്നു. ചേച്ചി ഞാനൊന്ന് പറയട്ടെ. ഞാനിവിടെ നീ ഒന്നും പറയണ്ട. നന്ദൻ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും. ഭർത്താവിന് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് ഭാര്യ നേരത്തെ വരും. ഞാനും അങ്ങനെ തന്നെയാ. ഗിരിക്ക് എന്തെങ്കിലും കാരണത്താൽ ഇതുപോലെ എവിടെയെങ്കിലും എത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പോവും. ഇത് നീ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കിയതാ. ഒരവസരം കിട്ടിയപ്പോ എന്നെ താഴ്ത്തി കെട്ടി. ചേച്ചി നീ മുമ്പ് കാണിച്ചിട്ടുള്ളതൊക്കെ മറന്ന് ഞാൻ സന്തോഷത്തോടെ ഇടപെട്ട് തുടങ്ങുമായിരുന്നു. നിന്നോട് സ്നേഹത്തോടെ പെരുമാറി തുടങ്ങുമായിരുന്നു. പക്ഷേ നീ പഴയ വിരോധമൊക്കെ ഈ രീതിയിൽ തീർക്കുമായിരുന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാ. ചേച്ചി അങ്ങനെയാ കരുതുന്നെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. എന്നെ മനസ്സിലാക്കാൻ ചേച്ചിക്ക് കഴിയുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ചേച്ചി അങ്ങനെ തന്നെ വെച്ചോ. ഞാൻ പഴയ വിരോധം തീർക്കാ തന്നെയാ. നീ എന്താ പറഞ്ഞ? ഞാൻ മനഃപൂർവ്വമായിട്ട് വരാത്തവണെന്ന് ചേച്ചി കരുതാണെങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചോളാം. ചേച്ചിയെ കാല് പിടിച്ച് വിശ്വസിപ്പിക്കാനേ എനിക്ക് താല്പര്യമില്ല. കുറെ നാളായി ഓരോ ഇല്ലാത്തത് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല എന്ന് പറയുമല്ലോ. അതുപോലെയാ ചേച്ചിയുടെ അവസ്ഥ. ഞാനിനി എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ. എന്തായാലും എന്നെ വഴക്ക് പറയാൻ തീരുമാനിച്ച് നിൽക്കായിരുന്നു ചേച്ചി. അല്പം വൈകിയത് അതിനൊരു കാരണമായി. എന്റെ സത്യാവസ്ഥ എത്ര പറഞ്ഞാലും ചേച്ചി അത് വിശ്വസിക്കില്ല, വിശ്വസിക്കാൻ ശ്രമിക്കില്ല. ചേച്ചി വിശ്വസിപ്പിക്കാൻ എനിക്കൊട്ട് താല്പര്യവുമില്ല. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളിൽ പെട്ട ഞാൻ നിൽക്കുന്നെന്ന് ചേച്ചിക്ക് അറിയോ? ഞാൻ മനഃപൂർവ്വമായിട്ടാ വരാത്തെന്ന് ചേച്ചി കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോ. ഒരു ബുദ്ധിമുട്ടുമില്ല. ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്. ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി തന്നെയാ വരാത്ത. ദേവിക എന്താ ഇത്? താഴ്ന്നു കൊടുക്കുമ്പോ തലേ കയറാൻ വന്ന പിന്നെ എന്ത് ചെയ്യും മുരളിട്ട? ഒന്നാമത് മനസ്സ് തകർന്നിരിക്കുക, അതിന്റെ കൂടെ ആവശ്യമില്ലാത്ത കുറ്റപ്പെടുത്തലും പിടിവിട്ടുപോയി.